ഫസ്റ്റ് സോങ് എന്ന് പറയുന്നത് നല്ലൊരു സോങ്ങാണ്, കണ്ണോളം കാണാനെന്നുള്ളൊരു സോങ്ങായിരുന്നു. അത് കേട്ടപ്പം തന്നെ ഞങ്ങൾക്ക് ഇത് ഇമ്പ്രഷൻ തോന്നി. കാരണം ജനങ്ങൾക്കിടയിലേക്ക് ഇതൊരു ഹിറ്റായി മാറാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടെന്ന് തോന്നി, അതിൻ്റെ ലിറിക്സും അതിൻ്റെ ആ ട്യൂണിങ്ങൊക്കെ കേട്ടപ്പോൾ. അപ്പം തന്നെ പിന്നെ സോങ്ങിലുള്ള എക്സ്പ്രഷൻസൊക്കെ എന്നെക്കൊണ്ട് നുള്ളിയിട്ടും അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചു. പിന്നെ ഷെഫ്നെ ഉള്ളത് കൊണ്ട് കൂടുതലൊന്നും ചെയ്യേണ്ടി വന്നില്ല. ഫസ്റ്റ് ഡബ്ബിങ് എക്സ്പീരിയൻസ് ഇല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം എൻ്റെ ഫസ്റ്റ് മൂവിയിൽ ഡബ് ചെയ്തത് രജിത് മേനോനാണ്, നമ്മുടെ രജിത് മേനോൻ. അതെന്ത് പറഞ്ഞാൽ ഡബ് ചെയ്യാൻ ഞാൻ കുറേ ട്രൈ ചെയ്തു. പക്ഷേ ഞാൻ കാലിക്കറ്റായപ്പോൾ ആ സമയത്ത് എനിക്ക് കുറച്ച് സ്ലാങ്ങിൽ, എൻ്റെ ആക്സെൻറ്റിൽ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. കാലിക്കറ്റ് സ്ലാങ് കയറി വരും. അപ്പം ഞങ്ങൾ കുറേ ട്രൈ ചെയ്തു. സാറ് പറഞ്ഞു കുഴപ്പമില്ല, ഫസ്റ്റ് മൂവിയിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്, നീ ഏതായാലും നമുക്ക് വേറൊരാളെ വെച്ച് ഡബ് ചെയ്യാം എന്നുള്ളൊരു ഇത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, അതാണ് നല്ലത്. കാരണം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു അഭിനയിച്ച ഒരു രീതിയിലായിരിക്കില്ല ചിലപ്പോൾ മോഡുലേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഡബ്ബിങ്ങുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് +2 എന്ന മൂവിയിൽ കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിൽ ശരിക്കും പറഞ്ഞാൽ +2 എന്ന ഏജിലുള്ള ചെറിയൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അത് വളരെ റോപ്പൊക്കെ ഇട്ടിട്ടുള്ള സംഭവമായിരുന്നു. എന്ന് വെച്ചാൽ +2 ചാടി അടിക്കുന്നതൊക്കെ. ഞങ്ങൾ സിനിമയിൽ മാഫി ശശി സാറായിരുന്നു ഫൈറ്റ് മാസ്റ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ റോപ്പ് യൂസ് ചെയ്യും, റോപ്പ് ക്ലൈമ്പിങ്ങും അതേപോലെ തന്നെ ചാടി വരുന്നതും ഇടിക്കുന്നതൊക്കെയായിരുന്നു. ഇതൊന്നും ഞങ്ങൾക്കറിയത്തില്ല. റോപ്പിട്ട് തൂക്കി, ഞങ്ങളെ കോഴീനൊക്കെ തൂക്കില്ല അതേപോലെ തൂക്കിയിട്ട് ഞങ്ങളെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കുക. പക്ഷേ ഒരുപാട് എഫേർട്ടായിരുന്നു അത് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ. എന്തായാലും ഞങ്ങൾ വൃത്തിയായിട്ട് ചെയ്തെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം തിരക്കഥ വായിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നെ ഓൾറെഡി ഹീറോ ആണെന്ന് പറഞ്ഞതിന് ശേഷം 1 മാസം മുന്നേ ഞങ്ങൾക്ക് കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ഞങ്ങൾ കൈ തന്നു. ജസ്റ്റ് പ്രോംപ്റ്റിംഗ് എന്ന സംഭവം ഈ മൂവിയിലില്ലായിരുന്നു. അപ്പോൾ 1 മാസം മുന്നേ ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് തന്നിട്ട് കംപ്ലീറ്റ് ബൈ ഹാർട്ട് ചെയ്യുക, സീൻ ബൈ സീൻ ബൈ ഹാർട്ട് ചെയ്യുക, ഡയലോഗ് ബൈ ഹാർട്ട് ചെയ്യുക, സിറ്റുവേഷൻ ബേസ്ഡുള്ള സീൻസ് നമ്മളെ മെമ്മറിയിൽ വരുത്തുക. അതൊക്കെയായിരുന്നു ഈ ഷെബി സാറ് കൂടുതൽ ഞങ്ങളെ കൊണ്ട് ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യം സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ഫീൽ ഉണ്ടായിരുന്നു. കാരണം ഒരു കോമഡി ട്രാക്ക്, പിന്നെ റൊമാൻസ്, പിന്നെ ആക്ഷൻ, പിന്നെ ഒരു ക്ലൈമാക്സ് ആകുമ്പോൾ ഒരു ട്വിസ്റ്റ്, ഇതൊക്കെ കൂടെ കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വായിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 5 പേരും കൂടെ ഒരുമിച്ചായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ സമയത്ത് തന്നെ അഭിനയിച്ച് നോക്കും. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാൻ ചെയ്ത 2ാമത്തെ സിനിമയായിരുന്നു രാജസേൻ സാർ ഡയറക്റ്റ് ചെയ്ത ഇന്നാണ് ആ കല്യാണം. അതിലെൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ റഫായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ വില്ലത്തരങ്ങളും നെഗറ്റീവ് ടച്ചുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കരിയർ ലൈഫിൽ +2 എന്നൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ചോക്ലേറ്റ് ഇമേജുള്ളൊരു ക്യാരക്ടറായിരുന്നു. ഞാൻ +2 വെക്കേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ചെയ്തൊരു മൂവിയായിരുന്നു. പക്ഷേ ഇന്നാണ് ആ കല്യാണത്തിലോട്ട് വരുമ്പം ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ ചേഞ്ചസും എൻ്റെ ഫേസിലും, എൻ്റെ ലുക്കിലും, അല്ലെങ്കിൽ ഈവൻ എൻ്റെ ഒരു നടത്തത്തിലും രാജസേൻ സാർ മേക്ക് ഓവർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. രാജസേൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നമ്മളെപ്പോലത്തെ ഒരു ന്യൂ കമറിനെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട്, പ്രോംപ്റ്റിംഗ് ഒക്കെ ആ മൂവിയിലെങ്കിൽ പ്രോംപ്റ്റിംഗ് തന്നിരുന്നു. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നൊരു ഡയറക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലത്തെ വലിയൊരു മലയാള സിനിമയിൽ ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച ഡയറക്ടറിൻ്റെ കൂടെ തന്നെ എനിക്ക് 2ാമത്തെ സിനിമ ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി ഇറ്റ്സ് മൈ ലക്ക്. ഇപ്പോൾ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്. കാരണം സിനിമ ഇറങ്ങി, സിനിമയുടെ ഫീഡ്ബാക്ക്സ് എനിക്ക് വന്നു. ക്യാരക്ടറിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞു, നന്നായിട്ടുണ്ട്, കുറച്ചുകൂടെ മേക്കപ്പ് ചെയ്യാമായിരുന്നു, കുഴപ്പമില്ല. ഭാവിയിൽ സിനിമകൾ കിട്ടിയാൽ ഞാനത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും. അതാണ് ശരിക്കും പറയാനുള്ളത്. കാരണം ഞങ്ങൾ ഈ സിനിമ ഫസ്റ്റ് കാണുന്നത് ട്രിവാൻഡ്രത്ത് ഞങ്ങൾ പ്രൊമോഷൻ ടൈമിന് അവിടെയായിരുന്നു പോയത്. ഞങ്ങൾ കാണുന്നത് സെക്കൻഡ് ഷോനാണ് പോകുന്നത്. സെക്കൻഡ് ഷോന് പോകുമ്പം കംപ്ലീറ്റ് കോളേജ് +2 ഗ്യാങ്ങിലുള്ള കോളേജ് ബേസ്ഡുള്ള സ്റ്റുഡൻസ് ആയിരുന്നു അവിടെ ഉള്ളത്, കൂടുതലും ഫാമിലീസിനാണ് കൂടുതൽ. കാരണം ഈ സോങ് എന്ന് പറയുന്നത് ഓൾറെഡി ക്ലിക്ഡ് ആയിരുന്നു, കണ്ണോളം കാണാനെന്നുള്ള ആ സോങ് കണ്ടിട്ട് തന്നെ, ആ സോങ്ങിനെ ആകർഷിച്ചിട്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് +2 ഡിഗ്രി അതേപോലെ കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് കമൻസൊക്കെ പുറകുന്ന് വന്നു. കാരണം നമ്മൾ തിയേറ്ററിൽ അഭിനയിച്ച ആൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഷുവറായിട്ടും പുറകുള്ളവർ കമൻറ്റ് ചെയ്യും. പക്ഷേ സിനിമ കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, എല്ലാവരും വന്ന് കൈ തന്നു, നന്നായിട്ടുണ്ട്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് അത്. ശരിക്കും പറഞ്ഞാൽ അൺഫോർഗറ്റബിൾ മെമ്മറി എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു ഇതായിരുന്നു. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, എന്നെപ്പോലത്തെ ഒരു ന്യൂ കമറിന് നിങ്ങളെപ്പോലെയുള്ള പ്രേക്ഷകരുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. കാരണം നിങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും അംഗീകാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അഭിനയിക്കുന്ന സിനിമകൾ നിങ്ങൾ പോയി കാണുക, നിങ്ങളത് വിജയിപ്പിക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ നിങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും എന്നും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു.